അതാണ് എടുക്കാം നമ്മുടെ സ്വിച്ചോടെ അത്. ഉള്ള മിക്സർ മൊത്തം കയറ്റിക്കൊണ്ട് പോകുന്നു. രാവിലെ ഒരു പാട്ടം കിട്ടട്ടെ. നമ്മുടെ മഞ്ചാണ്ടി സാറിൻ്റെ വണ്ടി കടയിടുന്ന ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അത് നമ്മൾ ഏറ്റതാണ്. കഴിഞ്ഞാൽ പിന്നെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ കൊച്ചുമോള്, MJ ഗോപാലൻ നമ്മുടെ പുന്നത്ര ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ്, ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും 2 ഘട്ടമായിട്ടാണ് ഈ മത്സരം നമ്മൾ നടത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഇവിടെ മഹിളകളുടെ വിവിധ കലാ കഴിവുകൾ, കലാപരമായ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ട്. ഇവിടെ സൈക്കിളിൻ്റെ കുട്ടികൾക്കുള്ള സൈക്കിളൊക്കെ അനുകൂലമാണ്. അതുകൊണ്ട് നമുക്ക് പരമാവധി ആൾക്കാരുടെ പങ്കെടുക്കുകയും ഈ പ്രോഗ്രാമിനെ നമുക്ക് വിജയിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. 2018 അയർക്കുന്നം വികസന സമിതി എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളിവിടെ രൂപം കൊടുക്കുകയും അന്ന് നമ്മുടെ ഈ ആറിൻ്റെ തീരത്തുകൂടി ഒക്കെ കയറി മനുഷ്യർക്ക് നടന്നു പോലും കാണുകയും അദ്ദേഹം അന്ന് നമ്മളായിരുന്ന ഈ പാലവും നമ്മൾ ഇന്നലെ പണ്ടുകൊടുക്കുക. അങ്ങനെ നമുക്കൊരു വലിയൊരു വികസനമാണ് നമ്മളവിടെ ഒരു വോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ തിരിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അതിനെ വോട്ടിംഗ് നടത്തണമെങ്കിൽ അതിന് ഒത്തിരി കടമ്പകളുണ്ട്. ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെയൊക്കെ അനുവാദം വേണം. കാരണം ഒത്തിരിയേറെ കുടിവെള്ള പദ്ധതി നമ്മുടെ ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് കുടിവെള്ളത്തിൽ അതിൻ്റെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ആ ബുദ്ധിമുട്ടൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടി അവർ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് നടത്തണമെങ്കിൽ നല്ല ലെവലായിരിക്കണം ആറ്. അതുപോലെ തന്നെ ഏതാണ്ട് 15 ലക്ഷം രൂപ എങ്കിലും ഒരു വള്ളംകളി മത്സരത്തിന് കുറഞ്ഞത് അത് ചിലവാകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് തൊട്ടാ പൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ മാറി നിന്നത്. ഇനി അതിൽ കുറഞ്ഞ രീതി ചെറിയ വള്ളങ്ങളോ കളിയോടങ്ങളോ അങ്ങനെ വല്ല എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവർ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ബന്ധപ്പെട്ട് അവരിവിടെ വരുത്തി ഇവിടെ വരാൻ അവർ തയ്യാറായിരുന്നു. ഞങ്ങൾ വണ്ടി വിടാമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയ തുക വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ആൾക്കാരുടെ കയ്യിലൊക്കെ കാര്യമായ ഫണ്ടൊന്നും ഇല്ലാത്ത ഒരവസരമാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. വീടുകൾ ആൾക്കാർ ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായ ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ അത് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ സ്പോൺസർഷിപ്പിന് ആൾ വരികയാണെങ്കിൽ അതും നമ്മൾ നടപ്പിലാക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ നടക്കില്ലാത്ത ഒരു കാര്യവും ഇല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിപ്പം 2-3 ആൾക്കാരോട് പ്രസംഗിക്കാനുണ്ട്. നമുക്ക് ഈ ആണോ ഈ വിശക്കാന്ന് ഇവിടെ വിശന്നാട്ട് അപ്പം കൂടുതൽ കഴിക്കാമല്ലോ. നമുക്ക് ഇപ്പൊ ഈ സ്വീകരണം ഇപ്പൊ ഉണ്ടോ? ആദരിക്കുന്നു. 3 മണിക്കാണ് നമ്മൾ
അപ്പൊ ഞാൻ ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഭോജന മത്സരം ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി എല്ലാവർക്കും ഈ മത്സരം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തം കുടുംബമൊക്കെ ചെയ്യുകയാണെങ്കിൽ വെള്ളം തരുന്നതായിരിക്കും. പക്ഷെ മത്സരത്തിൽ നിന്ന് ഔട്ടാവുന്നു. മത്സരത്തെ പറ്റി അടുത്തതിന് ശേഷം തുടങ്ങാവുള്ളൂ. ഭോജന മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ തനി നാടൻ രീതിയിലാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇപ്പോഴത്തെ ആധുനിക യുഗത്തിൽ അൽഫാമും പിന്നെ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെയാണ് മനുഷ്യന് ഇഷ്ടമുള്ളത്. എന്നാൽ അത് മാറി തനി നാടൻ ഇഡ്ഡലി സാമ്പാറും പഴയ നമ്മുടെ അത് നടത്തുന്നതിലാണ് നമ്മുടെ മത്സരം തുടങ്ങാൻ പോവാണ്. എല്ലാരും ഒന്ന് കൈയടിച്ചേ. മത്സരം ഇപ്പം വളരെ ശക്തമായിട്ട് നടക്കുകയാണ്. ആര് ജയിക്കുമെന്നുള്ളതാണ് ഈ ഭോജന മത്സരത്തിൽ. എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. കൂടുതൽ കഴിക്കുന്നവർ ജയിക്കും. വിട്ടുകൊടുക്കരുത് കേട്ടോ. മത്സരം നടത്തുന്നത്. വെള്ളം ഒഴികെ ബാക്കി എന്ത് വേണേലും നിങ്ങൾക്ക് സാമ്പാർ വേണേ സാമ്പാർ. കുറച്ചുകൂടെ അന്ന് തന്നെ ഈ ഓടിക്കുന്നത് അങ്ങേറ്റം കുറച്ചുകൂടെ പിന്നോട്ട് മാറി നമുക്ക് എല്ലാവരും ഉണ്ട്. 5 മിനിറ്റ് കൂടെ ബാക്കി. 5 മിനിറ്റ് കൂടെ ബാക്കി കിടക്കുന്നു. പയ്യെത്തുന്ന പനയും 11 94 39 മത്സരം നിയന്ത്രിക്കുന്ന ആൾക്കാർ യഥാക്രമം കൃത്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റിന് 7, 8, 9 അത്യന്തം വാശിയേറിയ ഭോജന മത്സരം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി റിസൾട്ട് കൂട്ടി ഒന്നാം സമ്മാനത്തിന് അർഹരായിരിക്കുകയാണ്. ഒന്നാം സമ്മാനത്തിന് 22 വിട്ടറി നിഷ്പ്രയാസം കഴിച്ചുകൊണ്ട് പാപ്പച്ചൻ തൂത്തൂട്ടി ഒന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് മോനിച്ചൻ 17, ജിതീഷ് 17. 2 പേര് ഒരേ എണ്ണം കഴിച്ചുകൊണ്ട് മൂന്നാം സമ്മാനം അവർക്ക് 2 പേർക്ക് കൂടെ വീതിച്ച് നൽകുന്നതായിരിക്കും. മൂന്നാം സമ്മാനത്തിന് അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ട് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ട് മിന്നുന്ന പ്രകടനമാണ്. എല്ലാവർക്കും നല്ലൊരു കൈയടി കൂടി കൊടുത്ത് നമുക്ക് അടുത്ത കാലത്തിൽ നൽകുന്നതായിരിക്കും. നമ്മുടെ ചൂണ്ടടി മത്സരത്തോടെ കരുതിക്കൊണ്ട് കരുതല്ലി തൻ്റെ അടുത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള മത്സരങ്ങൾ പുറകാ കിട്ടിയുള്ളൂ. വലിയ കിട്ടി. വീഡിയോ എടുത്തേ. ഹായ്. കമ്മിറ്റി ഓഫീസിൽ ചൂണ്ടയിടൽ മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങും. ബാക്കിയുള്ളവർക്ക് എത്തൂലേ വൈകിട്ട്? ഓക്കെ. നമ്മളെ യൂട്യൂബ് ചാനലിലും മനോരമയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു മീഡിയ 5 എന്നും പറഞ്ഞ് മീഡിയ റിപ്പോർട്ട് 2 യൂട്യൂബ് ചാനലുണ്ട്. എവിടെന്നാ വരുന്നേ? പുന്നത്തറയെന്നല്ലേ? വാശിയേറിയ മത്സരമാണ്. എവിടെ വീട്? എഴുമാന്തുരത്ത്. ഓക്കെ.
ഇത് മിക്കവാറും ഷാജാറിന്റെ തലയടിച്ച് പൊട്ടിക്കും. ഒന്ന് മാറി കമ്പടിച്ചു കൊടുത്തു. ഇന്ന് കോഴിക്കര വണ്ടി തന്നെ പിടിക്കും. അവരുടെ തൂക്കുന്ന വടി നോക്കി പിടിച്ചോട്ടെ. മുട്ടിച്ചാൽ മതി, പതുക്കെ തല്ലണമെന്നില്ല. വടി നമുക്ക് വേറെ ഇല്ലാത്ത ആരും മിണ്ടല്ലേ. മിക്കവാറും ഇവൻ തന്നെ കൈ പിടിച്ചാൽ കൈ കൊടുത്ത് മാറ്റിക്കൊണ്ട് പോകും. കൈ പിടിക്കാൻ പറ്റിയല്ല. അതൊക്കെ നടന്നോ, കുഴപ്പമില്ല. എന്നാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. നല്ലൊരു കൈ കൂടെ കൊടുത്തത്. നോക്കിയേക്കണം, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വീടല്ലേ? ഓക്കെ ഓക്കെ. പൗള് ചോമിച്ചേട്ടൻ അടിമോനെ ദേശ കൊടുത്തു വീടിലിട്ടോ. പതൊന്നും കഴിച്ചു. അടുത്ത കുഞ്ഞേട്ടൻ മുണ്ട് വേണം മടങ്ങി കുത്തിക്കൂ. അത് ചവിട്ടി പറിച്ച് കളിച്ചിട്ട് പിന്നെ പോകുന്നു. വടി പൊക്കി പിടിക്കണം. ഒടിഞ്ഞായിരുന്നു. പിടിച്ചോ. അഭിമുഖം കഴിഞ്ഞു. ചോദിക്കാം, നമ്മുടെ വാശിയേറിയ ചൂണ്ടയിടയിൽ മത്സരത്തിനെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബേബി നമ്മളോട് സംസാരിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ നായർകുന്നം വികസന സമിതിയുടെ അംഗങ്ങളെ, ഭാരവാഹികളെ, ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ ചിത്തുകുളം ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അയർക്കുന്നം വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള മത്സര ഇനങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തീറ്റ മത്സരം നടത്തി. അത് 22 ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഒരപ്പച്ചൻ അത് സമ്മാനം നേടി. അതോടൊപ്പം തന്നെ ഇപ്പോൾ 3:30 തുടങ്ങിയ ചൂണ്ടയിടി മത്സരത്തിൽ ഏതാണ്ട് 50ഓളം മത്സരാർത്ഥികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആർമാനൂർ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷവും അതോടൊപ്പം തന്നെ മനസ്സിന് വളരെയേറെ ഉത്സാഹവും നൽകുന്ന ഒരു മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരം സംഘടിപ്പിച്ച അയർക്കുന്നം വികസന സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ആർമാനൂർ പ്രദേശത്തുള്ള ആളുകളുടെ ടെൻഷനും പിരിമുറുക്കുമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ.
പറഞ്ഞോ വാശിയേറിയ മത്സരത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് വാശിയേറിയ മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് മീൻ കിട്ടുന്ന സമയമല്ല. എങ്കിലും ഈ സമയത്ത് നമുക്ക് ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഘടന വെച്ച് മത്സരങ്ങൾ നടത്താൻ പറ്റുള്ളൂ, ഇതുപോലെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായാലും 60ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് മത്സരം അത്യന്തം വാശിയോടെ പോകുന്നു. എങ്കിലും നമ്മൾ അവരവർക്ക് ഇഷ്ടമുള്ള തീറ്റ മീൻ ഉപയോഗിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് അവർ തീറ്റകൾ ഉപയോഗിച്ച് മത്സ്യത്തിനെ പിടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. 3-4 പള്ളത്തി അങ്ങനെയുള്ള ചെറുമീനുകൾ പിടിച്ച ആൾക്കാർ 2-3 പേരുണ്ട്. ആ ഒരു രീതിയിൽ മത്സരം പോകുന്നത്. ചിലപ്പോൾ അവസാനം ആയിരിക്കും ഒരാൾ ഒരു കരിമീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെമ്പല്ലിയോ എന്തെങ്കിലും ഒക്കെ പിടിക്കുന്നത്. അപ്പം അങ്ങനെ മത്സരം ഈ പറഞ്ഞ പോലെ വാശിയേറിയ മത്സരം. വള്ളത്തിയിലാണ് രാശി എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ഒരു ചേട്ടൻ വേണ്ട ബിനു ചേട്ടൻ ബിനുചേട്ടൻ 6 മീനുകൾ പിടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് പറഞ്ഞേ. നന്ദുവും ബിനുചേട്ടനും വാശിയേറിയ മീൻപിടുത്തത്തിലാണ്. ചെറുമീനുകളാണെങ്കിലും അവർക്ക് 5ഉം 6ഉം ഒക്കെ ആയിട്ട് അമ്മാവനും മരുമോനുമാണ്. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനപങ്കാളിത്തം ഉണ്ടോയെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നാലും ചെറുമീനുകളാണ് കിട്ടുന്നതെങ്കിലും എല്ലാവർക്കും ചെറിയ 5ഉം 6ഉം മീനുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വളരെ വാശിയേറിയ മത്സരമാണ്. 50-60 ആൾക്കാരമ്പോളം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടത്തിപ്പിനായി രൂപം കൊണ്ടിരിക്കുന്ന അയർക്കുന്ന വികസന സമിതിയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ INGFC